എന്നോട് വന്ന് മിണ്ടാതെ ഞാൻ മിണ്ടാൻ പോയില്ല. വേദു, വിളിച്ചിട്ട് നീ എന്താ ഒന്നും പറയാതെ പോകുന്നത്? നിധി വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. നീ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എന്തിനാ? ഇങ്ങോട്ട് വാ. എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പോവാ. അകത്തേക്ക് വരട്ടെ? ഞാൻ വരണ്ടാന്ന് പറഞ്ഞാ വരാതിരിക്കോ? എന്റെ അനിയത്തി അങ്ങനെ പറയില്ലാന്ന് എനിക്കറിയാം. സോപ്പ് ഇടാനല്ലേലും എൻ്റെ ഏട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആള്. ഇച്ചായ, അമ്മ താഴേക്ക് വിളിക്കുന്നുണ്ട്, വേദുവിനും കൂട്ടി വരാൻ പറഞ്ഞു. എന്തിനായിരിക്കും അമ്മ വിളിച്ചത്? എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇരിക്കേ. വേദു, നിനക്ക് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ഈ സൺഡേ അവർ നിന്നെ കാണാൻ വരും. എനിക്കിഷ്ടമല്ല, അവരോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. കാണുന്നതിന് മുന്നേ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ അവനെ മാത്രമേ വിവാഹം കഴിക്കൂ. നീ എന്ത് പറഞ്ഞാലും ശരി, ഈ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അമ്മേൻ്റെ മോളല്ലേ ഞാനും, എനിക്കും ഉണ്ട് വാശി. ഞാൻ അവനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. നീ ഇതെവിടെയായിരുന്നു? എത്ര നേരമായി വിളിക്കുന്നു? ഞാൻ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തു പറ്റി നിനക്ക്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെൻ്റെ വിവാഹം നടത്താൻ വേണ്ടിയാ ഇപ്പൊ നാട്ടിലേക്ക് വന്നത്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന്. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ, നമുക്കെല്ലാം ശരിയാക്കാം. ചെയ്യുന്നാലും എനിക്ക് പേടിയാവുന്നുണ്ട്. അമ്മ വിചാരിച്ച കാര്യങ്ങളൊക്കെ അമ്മ നടത്തിയിട്ടേ ഉള്ളൂ. നീ ഇനി ആ പറഞ്ഞതും ആലോചിച്ചുകൊണ്ടിരിക്കണ്ട, കിടക്കാൻ നോക്ക്. ഞാൻ നാളെ വിളിക്കാം. നിധി, രണ്ടാളും ഇതുവരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല? ഇല്ല ചായ, ഇതുവരെ രണ്ടാളും വന്നിട്ടില്ല. വേദുവിൻ്റെ റൂമിലാണെങ്കിൽ വെള്ളം പോലും ഇല്ല. അമ്മ പുറത്തെവിടെയെങ്കിലും പോവുകയാണോ? ഒരാളെ കാണാൻ പോവാ. രാത്രിയാവും ഞാൻ തിരിച്ചെത്താൻ. അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരും ഇവിടെ തന്നെ വിളിക്കാൻ നിൽക്കണ്ട. നീ എന്താ നിധി ആലോചിക്കുന്നേ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അമ്മ നമ്മളടുത്തുനിന്ന് എന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നീ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. അയാൾ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്? 2 മാസം കഴിഞ്ഞാൽ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങും. അതിന് മുൻപ് വേദന സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ഇപ്പം നിശ്ചയം നടത്താൻ അവൾ സമ്മതിക്കായിരുന്നെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് നമുക്ക് മാരേജും നടത്തായിരുന്നു. അവൾ ഇതുവരെ സമ്മതിക്കാത്ത സ്ഥിതിക്ക് അതത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാൻ ഉറപ്പിച്ച വിവാഹത്തിന് സമ്മതിക്കാതെ അവൾ ആഗ്രഹിച്ച ജീവിതമാണ് അവൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നീട് ആ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഞാൻ ഇടപെടാൻ പോവില്ല. കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ, അവളെ തീരുമാനം മാറുമെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ഇന്റേൺഷിപ്പ് കഴിയുന്നത് വരെ അവളെ സേഫായിട്ട് നിർത്താൻ ഒരു സ്ഥലം വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാർത്തി ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞത്. നീ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. വേദു, എന്ത് കോലായത്? നീ ഒന്ന് താഴേക്ക് വാ, കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. ഇന്ന് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറച്ചെന്തെങ്കിലും കഴിക്ക് വേദു. വിശപ്പില്ലാന്ന് പറയുന്നവരെന്തിനാ നിധി നീ നിർബന്ധിക്കുന്നത്? വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. ഹലോ. ഹലോ, ഞാൻ ജെയ്ഡിന്റെ പപ്പയാണ്. ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നീ പോയിട്ട് അവളോട് മാറ്റാൻ പറയും. ഈ കാര്യത്തിൽ അമ്മയും മോളും ഒക്കെ കണക്കാ. തലവേദന എടുക്കുന്ന എനിക്ക്. നിധിയെ, ഇനി നിങ്ങൾ എന്തിനാ മുഖം കയറ്റിപ്പിടിച്ച് നിൽക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമല്ലാന്ന്. ഇനി വാ, താഴേക്ക് പോവാം നമുക്ക്. ജെസ്സി എന്താ വരാതിരുന്നത്? ജെസ്സിക്ക് ഇന്ന് കമ്പനിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. താൻ എന്താടോ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ സംസാരിക്കായിരുന്നില്ലേ, അതാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. നിധി, നീ പോയി അവളെ വിളിച്ചിട്ട് വാ. ഇച്ഛായ, ഒന്ന് വാ എൻ്റെ കൂടെ. ഈ സമയത്ത് നീ കളിക്കല്ലേ എൻ്റെ നിധി, നീ ഒന്ന് പോയി കൂട്ടിയിട്ട് വാ. ദുഷ്ടൻ, തനിക്ക് ഞാൻ തരാടോ. വേദു, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇവളിനി ചാടിപ്പോയോ? ചാടിപ്പോയത് നിന്റെ അമ്മൂമ്മയടി. എന്ത് വന്നാലും ശരി, എന്നോടുള്ള തർക്കുത്തരത്തിൻ്റെ ഒരു കുറവില്ലല്ലോ. എൻ്റെ റൂമിൽ വന്ന് ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ഞാൻ പറയും. എൻ്റെ പൊന്ന് വേദു, നീ ഒച്ച വെക്കല്ലേ, എൻ്റെ കൂടെ ഒന്ന് വാ. വേദു, നിനക്ക് ചെക്കനെ കാണണ്ടേ? തലയൊന്ന് പൊന്തിച്ച് നോക്ക്. വിഹാൻ, നിങ്ങൾ ചെല്ല്, പോയി സംസാരിച്ചിട്ട് വാ. വേദു, ഗാർഡൻ കാണിച്ചു കൊടുക്ക്. നോക്ക് വേദു, മുഖത്ത് നോക്കി പറയണം, ഈ കല്യാണം നടക്കില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്.
ഇങ്ങനെ കരയല്ലേ വേദ, എല്ലാം ശരിയായില്ലേ? നമ്മളെല്ലാം ശരിയാക്കിയില്ലേ? നീ ഇങ്ങനെ കരയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. കരയല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? എന്നോട് എന്തോന്നും പറയാതിരുന്നത്. സോറി, ഒന്ന് മനസ്സിലാക്കുക എൻ്റെ സിറ്റുവേഷൻ കൂടി. നീ അല്ലാതെ വേറെ ആരാ എന്നെ മനസ്സിലാക്കുക? മതി സോപ്പിട്ടത്, മാറി നിൽക്ക്. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. നിധി, അവര് പോയിട്ട് കുറച്ചു നേരമായില്ലേ? വിളിച്ചിട്ട് വാ. ഈ അമ്മ എന്തിനാ എന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വിടുന്നത്? വിളിക്കാനൊന്നും വരണ്ട, ഞങ്ങൾ വന്നു. രാധിക, എന്നാ പിന്നെ നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ നടത്താം. ഞങ്ങളെന്നാ ഇറങ്ങുകയാണ്. പോട്ടെ. ഇച്ചായ, ഒന്നല്ലേ ഫോണ് അല്ലെങ്കിൽ ആപ്പ്. എൻ്റെ അടുത്തിരിക്കാനോ സംസാരിക്കാനോ നോക്കാനോ പോലും നേരല്ല. എൻ്റെ ഭാര്യ എന്താണാവോ ഈ ആലോചിച്ചു കൂട്ടുന്നത്? നിങ്ങളെ ഡിവോഴ്സാക്കി വേറെ കെട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ നിധി? അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ട് ആരും വേണ്ട, മാറി നിൽക്ക്. എന്താ നിധി, ഒന്ന് സഹകരിക്കുന്നേ? എന്തു പറ്റി? ഇപ്പോഴേക്കും ക്ഷീണിച്ചോ? ഏയ്, എനിക്കിനി 4 റൗണ്ടിനും കൂടി എനർജി ഉണ്ട്. എത്ര വട്ടം വിളിച്ചു? ഫോൺ ഒന്ന് എടുത്തൂടെ നിനക്ക്? ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ഇവിടെ വന്നിരിക്കേ. എന്ത് കുടിയാടി കുടിക്കുന്നേ? എന്ന് മുതൽ തുടങ്ങിയതാ അത്? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? അവൻ ഇവിടുന്ന് പോയപ്പോ മുതൽ തുടങ്ങിയതായിരിക്കും അല്ലേ? പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ നീ പോവാൻ നോക്ക്. അല്ലെങ്കിലും നിനക്ക് കമ്പനി തരാൻ വന്നതല്ല ഞാൻ. അവൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് വന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് നീ വിചാരിക്കണ്ട.